ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടാമിയയിലെ ബാബിലോണിയ എന്ന സാമ്രാജ്യം ഭരിച്ചിരുന്നത് നമ്രൂദ് എന്ന ക്രൂരനായ ചക്രവർത്തിയായിരുന്നു. വെറുമൊരു രാജാവായിരുന്നില്ല അവൻ. അഹങ്കാരം തലക്ക് പിടിച്ച് താനാണ് ഈ ഭൂമിയിലെ ദൈവമെന്ന് ജനങ്ങളോട് വിശ്വസിപ്പിച്ച ഭരണാധികാരിയാണ് അവൻ. ആ നാട്ടിലെ ജനങ്ങളാകട്ടെ മണ്ണും കല്ലും കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ദൈവങ്ങളായി കണ്ട് ആരാധിച്ചിരുന്ന അന്ധവിശ്വാസികളും. ഈ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ സത്യത്തിൻ്റെ വെളിച്ചവുമായി കടന്നു വരുന്നത്. അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനുമായ ഒരേയൊരു ദൈവമേ ഉള്ളൂ, അവനെ മാത്രം ആരാധിക്കുക, ഈ കല്ലുകളെ കൈവെടിയുക. പക്ഷേ അധികാരവും അന്ധവിശ്വാസവും കണ്ണുപൊട്ടിച്ച ജനങ്ങൾ അദ്ദേഹത്തെ കല്ലെറിയുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. ഒടുവിൽ രാജദ്രോഹ കുറ്റം ചുമത്തി ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ രാജസഭയിൽ ഹാജരാക്കി. സിംഹാസനത്തിലിരുന്ന് നമ്രൂദ് അഹങ്കാരത്തോടെ ചോദിച്ചു, ആരാണ് നിന്റെ ദൈവം? ഇബ്രാഹിം നബി മറുപടി നൽകി, എൻ്റെ റബ്ബ് ജീവൻ നൽകുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. തൻ്റെ അധികാരം കാണിക്കാൻ നമ്രൂദ് ഉടനെ 2 തടവുകാരെ വരുത്തി. അതിൽ ഒരാളെ കൊലപ്പെടുത്തുകയും മറ്റേയാളെ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് നമ്രൂദ് അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, അത് എനിക്കും കഴിയും. എന്നാൽ ഇബ്രാഹിം നബി അവനോട് ലോകത്തെ ഞെട്ടിച്ച ആ ചോദ്യം ചോദിച്ചു, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുനിന്ന് ഉദിപ്പിക്കുന്നു, നിനക്കതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിന് മുന്നിൽ അഹങ്കാരിയായ ചക്രവർത്തിക്ക് ഉത്തരം മുട്ടി. നാണക്കേടും കോപവും കൊണ്ട് ജ്വലിച്ച അവൻ പ്രവാചകനെ ക്രൂരമായി മർദ്ദിച്ച് പുറത്താക്കാൻ ഉത്തരവിട്ടു. വെറും ഉപദേശങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണു തുറക്കില്ലെന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായി. അദ്ദേഹം ഒരു പ്രായോഗിക പരീക്ഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരു വലിയ ഉത്സവത്തിന് പോയ സമയം നോക്കി അദ്ദേഹം അവരുടെ പ്രധാന ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ഒരു കോടാലി കൊണ്ട് അവിടുത്തെ ചെറിയ വിഗ്രഹങ്ങളെല്ലാം അദ്ദേഹം തല്ലി തകർത്തു. എന്നാൽ ഏറ്റവും വലിയ വിഗ്രഹത്തെ മാത്രം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഒടുവിൽ ആ കോടാലി ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കെട്ടിതൂക്കി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. ഉത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയ ജനങ്ങൾ കണ്ടത് തകർന്നടിഞ്ഞു കിടക്കുന്ന തങ്ങളുടെ ദൈവങ്ങളെയാണ്. കോപാകുലരായ അവർ ഇബ്രാഹിം നബിയെ പിടിച്ചുകൊണ്ടുവന്ന് ചോദിച്ചു, ഇബ്രാഹിമേ, ആരാണ് ഞങ്ങളുടെ ദൈവങ്ങളോട് ഈ ചതി ചെയ്തത്? ഇബ്രാഹിം നബി തികഞ്ഞ ശാന്തതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ വലിയ വിഗ്രഹത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ കോടാലിയും ചുമന്നു നിൽക്കുന്ന വലിയ വിഗ്രഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അത് പറഞ്ഞു തരും. ജനങ്ങൾക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവർ ആക്രോശിച്ചു, നിനക്ക് ഭ്രാന്താണോ ഇബ്രാഹിമേ? വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? അപ്പോഴാണ് ഇബ്രാഹിം നബി തൻ്റെ പ്രഹരശേഷിയുള്ള ആ ചോദ്യം ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. സംസാരിക്കാനോ സ്വന്തം കൂടെയുള്ളവരെ സംരക്ഷിക്കാനോ കഴിയാത്ത ഈ വെറും കല്ലുകളെയാണോ നിങ്ങൾ ദൈവങ്ങളായി പൂജിക്കുന്നത്? ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? യുക്തിക്ക് മുന്നിൽ തോറ്റ ജനങ്ങൾക്കും നമ്രൂദിനും ആ അപമാനം താങ്ങാനായില്ല. അവർ പ്രവാചകനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം വിറകുകൾ ശേഖരിച്ച് ആകാശത്തോളം ഉയരത്തിൽ ആളിക്കത്തുന്ന ഒരു ഭീമാകാരമായ അഗ്നികുണ്ഡം അവർ ഒരുക്കി. എന്നിട്ട് ഇബ്രാഹിം നബിയെ ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. തീയുടെ ചൂടേറ്റ് അദ്ദേഹം കരിഞ്ഞ് ചാരമാകുന്നത് കാണാൻ 10,000 ചുറ്റും കാത്തുനിന്നു. എന്നാൽ അവിടെ മനുഷ്യചരിത്രം ഇന്ന് വരെ കാണാത്ത ആ അത്ഭുതം നടന്നു. പ്രപഞ്ചനാഥൻ്റെ കൽപ്പന വന്നു, ഓ തീയെ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായി മാറുക. മണിക്കൂറുകൾക്ക് ശേഷം തീ അടങ്ങിയപ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നു. തീയുടെ നടുവിൽ നിന്നും ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വന്ന ഇബ്രാഹിം നബിയെയാണ് അവർ കണ്ടത്. നമ്രൂദിന്റെ അഹങ്കാരവും ജനങ്ങളുടെ അന്ധവിശ്വാസവും ആ അഗ്നിയിൽ കരിഞ്ഞു പോവുകയായിരുന്നു. സത്യം അവിടെ ജയിച്ചു നിന്നു. ഈ ചരിത്രം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി. അസ്സലാമു അലൈക്കും.